ദൈവനാമത്തിന് മഹത്വം. സിയോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ബൈബിളിൽ നിന്നും ചില ട്രിക്കി ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ബിജി ജോസ്, ബാംഗ്ലൂർ. ആദ്യത്തെ ചോദ്യം, ബൈബിളിൽ ഒറ്റ പ്രാവശ്യം മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു പദം, വിശുദ്ധിയും ഒരു ശരീരാവയവും വാക്കെന്ന അർത്ഥവും ചേർന്ന് വരുന്നതാണ് ആ പദം. എങ്കിൽ ആ പദം ഏതാണ്? ഉത്തരം തിരുവായി മൊഴിഞ്ഞ്. തിരു വിശുദ്ധം, അവയവം വായ്, വാക്ക് മൊഴി. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം, ആദ്യമായി ലിവിങ് ടുഗദർ ചെയ്ത വ്യക്തി ആരാണ്? ഉത്തരം ശമര്യ സ്ത്രീ. യോഹന്നാന്റെ സുവിശേഷം 4:17-18 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, 5 വിധ കാര്യങ്ങൾ ഇതിൽ ശേഖരിക്കാൻ കഴിയും. ഇതിനെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒന്നിനെ ഇതിൽ വയ്ക്കും. ഇത് പഴയതും പുതിയതുമുണ്ട്. എങ്കിൽ എന്താണ്? ഉത്തരം തുരുത്തി. 5 വിധ കാര്യങ്ങൾ. തുരുത്തിയിൽ വെള്ളം. ഉൽപ്പത്തി 21:14. വീഞ്ഞ് തുരുത്തി. യോശുവ 9:4. പാൽ തുരുത്തി. ന്യായാധിപന്മാർ 4:19. തേൻ തുരുത്തി. 1 രാജാക്കന്മാർ 14:3. എണ്ണ തുരുത്തി. 1 രാജാക്കന്മാർ 17:12. മനുഷ്യ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നത് കണ്ണുനീർ. സങ്കീർത്തനം 56:8. പഴയതും പുതിയതും. മത്തായി 9:17. അടുത്ത ചോദ്യം, ഒരു 6 അക്ഷര വാക്ക്. ഇത് ദൈവം ഒരു ഭക്തനോടുള്ള ബന്ധത്തിൽ പറഞ്ഞതാണ്. ആദ്യ 2 അക്ഷരം ശരീരാവയവം, 3, 4, 5 അക്ഷരം പലഹാര സാധനം. എന്നാൽ എന്താണ്? ഉത്തരം അരമുറുക്കുക. അര ശരീരാവയവം, മുറുക്ക് പലഹാരം. യോബ് 38:3. സങ്കീർത്തനം 18:32. അടുത്ത ചോദ്യം, പഴയ കാലങ്ങളിലുണ്ടായിരുന്ന ഒന്നാണിത്. 4 അക്ഷര വാക്ക്. ഇപ്പോൾ ഇതിന് മറ്റൊരു പേര് പറയുന്നു. ആദ്യ 2 അക്ഷരം പ്രയോജനമില്ലാത്തത്. അടുത്ത 2 അക്ഷരം ഭവനം എന്ന അർത്ഥം. എങ്കിൽ ഇത് എന്താണ്? ഉത്തരം കളപ്പുര. മറ്റൊരു പേര് സ്റ്റോർ റൂം. കള പ്രയോജനമില്ലാത്തത്, പുര ഭവനം. മത്തായി 6:26. അടുത്ത ചോദ്യം, ബൈബിളിൽ 13 പ്രാവശ്യം കാണുന്ന 2 സ്ത്രീനാമങ്ങൾ ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? സ്ത്രീനാമങ്ങൾ ബൈബിളിൽ ഇല്ല. ഉത്തരം ആശാരി. സ്ത്രീനാമം ആശ, ശാരി. 2 ശമൂവേൽ 5:11. അടുത്ത ചോദ്യം, ഒരു പ്രാവശ്യം മാത്രം കാണുന്ന ഒരു 6 അക്ഷര വാക്ക്. ആദ്യ 2 അക്ഷരം പഴം എന്ന അർത്ഥം. 1ഉം 4ഉം ചേർന്നാൽ വയലുമായി ബന്ധം. 3ഉം 4ഉം ഒരു മത്സ്യം. 1ഉം 3ഉം 6ഉം. 1ഉം 5ഉം 6ഉം ചേർന്നാൽ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒന്ന്. എന്നാൽ എന്താണിത്? ഉത്തരം കനിവറ്റവർ. റോമർ 1:31. കനി പഴം, കറ്റ വയലിൽ, കവർ സാധനം സൂക്ഷിക്കാൻ. അടുത്ത ചോദ്യം, ബൈബിളിലെ ബുള്ളറ്റ് വചനം ഏതാണ്? ഉത്തരം എബ്രായർ 4:12. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമഞ്ചകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അടുത്ത ചോദ്യം,
2 ആഭരണങ്ങൾ ചേർന്ന ഒന്നാണ് ഞാൻ. 10മായി എനിക്ക് ബന്ധമുണ്ട്. രാജകൊട്ടാരത്തിൽ നിങ്ങൾക്ക് കയറാൻ പറ്റില്ലെങ്കിലും ഞാൻ അവിടെ പ്രവേശിച്ചു. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം തവള. തള, വള, ആഭരണം. പുറപ്പാട് 8:2, സങ്കീർത്തനം 105:30. അടുത്ത ചോദ്യം, ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ദൈവം വിശുദ്ധീകരിച്ച വ്യക്തി ആരാണ്? ഉത്തരം ഇരമ്യാവ്. ഇരമ്യാവ് 1:5. അടുത്ത ചോദ്യം, ബൈബിളിൽ ഞാൻ 2 പ്രാവശ്യം മാത്രം എന്നിൽ ഒരു മൃഗമുണ്ട്, സമുദ്രമുണ്ട്, അളക്കുന്ന ഒന്നുണ്ട്, ദൂരമളക്കുന്ന ഒന്നുണ്ട്, പാതയുണ്ട്. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം ആവനാഴിക. മൃഗം ആന, സമുദ്രം ആഴി, അളക്കുന്ന ഒന്ന് നാഴി, ദൂരമളക്കുന്നത് നാഴിക, പാത വഴി. സങ്കീർത്തനം 127:4, യെശയ്യാവ് 22:6. അടുത്ത ചോദ്യം, പൗലോസ് ദമസ്കോസിൽ നിന്ന് 3 വർഷത്തിന് ശേഷം യെരൂശലേമിലേക്ക് പോയത് എന്തിനാണ്? ഉത്തരം കേഫാവുമായിട്ട് മുഖപരിചയമാകുവാൻ. ഗലാത്യർ 1:18. അടുത്ത ചോദ്യം, മഹാപുരോഹിതന്റെ മക്കൾ മന്ത്രവാദികളായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു വചനം. മഹാപുരോഹിതൻ ആരാണ്? ഉത്തരം അപ്പോസ്തലപ്രവൃത്തി 19:4. മഹാപുരോഹിതൻ സ്കേവ. അടുത്ത ചോദ്യം, ഞാനൊരു ശില്പിയാണ്. എൻ്റെ വല്യപ്പൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ചിട്ടുണ്ട്. എങ്കിൽ ഞാൻ ആര്? എൻ്റെ വല്യപ്പൻ ആര്? അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം ഞാൻ ബസലേൽ. എൻ്റെ വല്യപ്പൻ ഹൂര്. അറിയപ്പെടുന്ന വ്യക്തി മോശ. പുറപ്പാട് 31:2, 3, 17:8, 15. അടുത്ത ചോദ്യം, എനിക്ക് 3 അക്ഷരം 1ഉം 3ഉം ചേർന്ന് വരുന്ന വാക്കിൻ്റെ മറ്റൊരു പദം ഒരു രാജകുമാരൻ മറ്റൊരു രാജാവിനോടുള്ള സംഭാഷണത്തിൽ ഇത് പറയുന്നു. അവസാന 2 അക്ഷരം നാം ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥവുമായി ബന്ധമുണ്ട്. എങ്കിൽ എന്താണിത്? ഉത്തരം ശകാരം. 1 കൊരിന്ത്യർ 4:12. ശരം മറ്റൊരു വാക്ക് അമ്പ്. രാജകുമാരൻ യോനാഥാൻ. രാജാവ് ദാവീദ്. സംഭാഷണം 1 ശമൂവേൽ 20:2, 21. കാരം ഉപ്പുമായി ബന്ധം. മത്തായി 5:13. അടുത്ത ചോദ്യം, എനിക്ക് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞ ബൈബിൾ വ്യക്തികൾ ആരെല്ലാമാണ്? ഉത്തരം ഇയ്യോബ്, സങ്കീർത്തനക്കാരൻ യെശയ്യാവ്, ഇരമ്യാവ്, മീഖ, പൗലോസ്. ഇയ്യോബ് 10:15, സങ്കീർത്തനം 120:5, യെശയ്യാവ് 5:24, 16, ഇരമ്യാവ് 10:19, മീഖ 7:1, 1 കൊരിന്ത്യർ 9:16. അടുത്ത ചോദ്യം, ഒരു സങ്കീർത്തനം എന്ന് പറയുന്ന സങ്കീർത്തനം ഏതാണ്? ഉത്തരം 98-ാമത്തെ സങ്കീർത്തനം. അടുത്ത ചോദ്യം, നക്ഷത്രങ്ങൾക്ക് പേരിട്ടത് ആരാണ്? ഉത്തരം യഹോവ. സങ്കീർത്തനം 147:4. അടുത്ത ചോദ്യം, സന്ദർശനം എന്നതിൻ്റെ മറ്റൊരു പദം എന്താണ്?
ഉത്തരം പെക്കോദ്. യിരെമ്യാവ് 50:21. അടുത്ത ചോദ്യം, ബൈബിളിൽ ഞാൻ ഒരു പ്രാവശ്യം മാത്രം വാസ്തവത്തിൻ്റെ പുസ്തകമാണ് എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം സത്യഗ്രന്ഥം. സത്യം, വാസ്തവം, ഗ്രന്ഥം, പുസ്തകം. ദാനിയേൽ 10:21. ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.